PV അൻവർ MLAയും മലപ്പുറം SP S ശശിധരനും തമ്മിലുള്ള പോര് കനക്കുന്നതിനിടെ ഉദ്യോഗസ്ഥനെതിരെ തങ്ങൾ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ഇപ്പോൾ സത്യമെന്ന് തെളിഞ്ഞതായി MSF സംസ്ഥാന അധ്യക്ഷൻ PK നവാസ്. SI ശ്രീകുമാറിന്റെ മരണത്തിൽ പങ്ക്, ആത്മഹത്യാക്കുറിപ്പടങ്ങിയ ഡയറി നശിപ്പിച്ചു, താനൂർ കസ്റ്റഡി കൊലയിൽ പങ്ക്, താനൂർ ബോട്ട് അപകടം അട്ടിമറിക്കാൻ നേതൃത്വം നൽകി, മലപ്പുറത്ത് ആസൂത്രിതമായി കേസുകൾ കെട്ടിച്ചമച്ച് ക്രിമിനൽ ജില്ലയാക്കാൻ ശ്രമിക്കുന്നു തുടങ്ങി നിരവധി ആരോപണങ്ങൾ മാസങ്ങൾക്ക് മുൻപ് തങ്ങൾ ഉന്നയിച്ചിരുന്നു. അന്നത് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ ഭരണപക്ഷവും അവരുടെ MLAമാരും ഇപ്പോൾ സ്വന്തം പോസ്റ്റിൽ ഗോളടിച്ച് പകവീട്ടുകയാണെന്ന് നവാസ് ചൂണ്ടിക്കാട്ടി. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് PK നവാസിന്റെ പ്രതികരണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പ ചുമത്തി നാടുകടത്തുന്ന ജില്ലയായി മലപ്പുറത്തെ മാറ്റുന്നു. കോട്ടക്കൽ സ്റ്റേഷനിൽ പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി അനധികൃതമായി പണം പിരിച്ച് പോക്കറ്റിലാക്കി. മലപ്പുറം MSP സ്കൂളിലെ അധ്യാപക നിയമത്തിൽ വൻ തുക കോഴ വാങ്ങി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മലപ്പുറം MSP സ്കൂളിലെ അധ്യാപക നിയമത്തിൽ വൻ തുക കോഴ വാങ്ങി. SP-യുടെ ക്യാമ്പ് ഓഫീസിനകത്ത് നിന്ന് മരങ്ങൾ മുറിച്ച് സ്വന്തമായി ഫർണിച്ചർ ഉണ്ടാക്കുകയും പുറത്തേക്ക് വിൽക്കാൻ നേതൃത്വം നൽകുകയും ചെയ്തു. ജില്ലയിൽ കൃത്രിമമായി കഞ്ചാവ് കേസുകൾ ഉണ്ടാക്കുന്നു. എറണാകുളം റൂറൽ SP ആയിരുന്ന സമയത്ത് ഇത്തരം കള്ളക്കേസുണ്ടാക്കി 6 ചെറുപ്പക്കാരുടെ ജീവിതം തകർത്ത കേസ് വർഷങ്ങളായി അധികാരം ഉപയോഗിച്ച് ഫ്രീസ് ചെയ്തിരിക്കുന്നു. മോൺസൺ മാവുങ്കൽ എന്ന ഭൂലോക ഫ്രോഡുമായി അടുത്ത ബന്ധം, വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തു. ഇതിനെല്ലാം പിന്നിൽ CPM ജില്ലാ കമ്മിറ്റി അംഗമായ അനിലാണ്. എല്ലാ കച്ചവടത്തിന്റെയും ഒരു ഓഹരി പറ്റിയത് അനിലാണ്. ഇത്തരം ആരോപണങ്ങൾ തങ്ങൾ ഉന്നയിച്ചിരുന്നതായി PK നവാസ് പറയുന്നുണ്ട്. ഭരണപക്ഷ MLA ആയ തന്റെ അമ്യൂസ്മെന്റ് പാർക്കിൽ നിന്ന് 60 ലക്ഷത്തിന്റെ റോപ്പ് കാണാതായിട്ട് ഞാൻ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തി അത് കണ്ടെത്താനായില്ല. എന്തായാലും അൻവർ MLAയുടെ റോപ്പ് കട്ട കള്ളന് നന്ദി. പിണറായി വിജയന്റെ ഒരു ഫോൺ കോളിൽ എല്ലാത്തിനും ഒരു ശുഭാവസാനമാകുമെന്നറിയാം. കാരണം അന്നു മുതലേ SP-യുടെ അങ്കിൾ ബന്ധത്തെപ്പറ്റി തങ്ങൾ പറയുന്നുണ്ട്. ഉന്നത പോലീസ് മേധാവിക്കെതിരായ കൊലപാതകം മുതൽ കട്ടെടുക്കൽ വരെയുള്ള ആരോപണങ്ങളും തെളിവുകളുമുള്ള സ്ഥിതിക്ക് അദ്ദേഹത്തിനും ഇതിൽ പങ്കുള്ള ഇപ്പോഴും ജില്ലക്കകത്ത് ജോലി ചെയ്യുന്ന DYSPമാർ, ഈ കേസുകൾ അട്ടിമറിക്കാൻ കൂട്ടുനിന്ന SIമാർ, CIമാർ എന്നിവരെയും ചേർത്ത് അന്വേഷണത്തിന് തയ്യാറാവണം. അന്വേഷണ സംഘത്തിന് മുന്നിൽ ആവശ്യമുള്ള തെളിവുകളും നൽകാൻ തയ്യാറാണെന്നും PK നവാസ് കൂട്ടിച്ചേർത്തു.